ഹായ് ഫ്രണ്ട്സ്, എന്താ പരിപാടി? ഇന്ന് ഞാനൊരു ചെറിയ യാത്രയിലാട്ടോ. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു വരുതേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. നമ്മൾ ടൂർ പോകാനിരുന്ന സ്ഥലമൊക്കെ മഴ കാരണം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 2 ആഴ്ച മുൻപ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഏകദേശം ഒരു 2:30-3 മണിയായപ്പോഴേക്കും നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് വന്ന് ഒരു കാലിച്ചായ കുടിച്ചു കേട്ടോ. എവിടെ പോയാലും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പോലും ചായ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. നമ്മളിന്ന് ഊട്ടിക്കാട്ടോ പോകുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊട്ടിക്ക് പോകാനൊന്നും ആയിരുന്നില്ല നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങുന്ന സമയത്ത് തലേ ദിവസം നല്ല മഴയായിട്ട് 1-2 സ്ഥലത്തൊക്കെ റെഡ് അലർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ഒന്ന് ഊട്ടിക്കാക്കിയതാണ്. ഇത് നമ്മളിപ്പോൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കാണുന്ന സ്ഥലമല്ലേ ഇത്. പിന്നെ എനിക്ക് നമ്മുടെ നാട് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ അറിയാവുന്നവരും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരുള്ളത് ഈ ഒരു നാട്ടിലാട്ടോ. നമുക്ക് നല്ല പരിചയമുള്ളൊരു സ്ഥലം കൂടിയാണിത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നേ ഇരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ ചാറൊക്കെ ചെയ്തു കേട്ടോ. 1-2 സ്ഥലത്തൊക്കെ വന്നപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു മലബാർ റെസ്റ്റോറൻറ്റ്. അവിടെ അടിപൊളി മന്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മന്തി കഴിക്കാനായിട്ട് ഇവിടെ ഇറങ്ങി കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല മന്തിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി മന്തിയായിരുന്നു. എന്നാൽ നമ്മുടെ അറേബ്യൻ പാലസിലെയും മൂവാറ്റുപുഴയിലെ അൽഡ്രീമിലെയും മന്തിയുടെ അത്ര പറ്റിയില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ആയിട്ട് തണുപ്പ്, വലിയ തണുപ്പൊന്നും പറയാറായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോന്നു. കൂടുതലൊരു റൂം എടുക്കാന്നുള്ള ചെറിയ പ്ലാനിലൊക്കെ ആയിരുന്നു കേട്ടോ. പെട്ടെന്നാലോ നമ്മുടെ ടൂറിൻ്റെ പ്ലാനും കാര്യങ്ങളും മാറ്റിയത്, രാത്രിക്ക് രാത്രി മാറ്റി എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എവിടെയെങ്കിലും റൂം എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം ഒരു 3-4 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ ഊട്ടിയിലേക്കൊക്കെ വന്നിട്ട്. ഒരിടയ്ക്ക് എപ്പോഴും എങ്ങോട്ടാണ് ടൂർ പോകാമെന്ന് പറയുമ്പോൾ ആദ്യം ഊട്ടിയല്ലേ ചൂസ് ചെയ്യുക. പക്ഷേ ഇപ്പം ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷത്തിന് ശേഷം കേട്ടോ നമ്മൾ ഊട്ടിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ടൂറിൻ്റേതായ മൂഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രകൃതി മഞ്ഞും വരുമ്പോഴാണ് ഞാൻ ശരിക്കും ഒരു മൂഡൊക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഗൂഡല്ലൂരാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. മുതുമലൈ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിട്ട് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സ്പേസ് ആയിട്ട് കുറേ വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനിയും പൂർത്തിയാവാനുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിട്ടോ, കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. നമ്മൾ റൂം എടുത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് നമ്മൾ കുറച്ച് ഊട്ടിക്ക് പോകുന്നില്ല, ഊട്ടിയുടെ ഒരു പകുതി ഭാഗം പോയി കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ളൊരു രീതിയിൽ ഇരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നു, ചെക്ക് ഇൻ ചെയ്തു. ഇക്ക പോയി റൂമും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 2-3 ഫാമിലീനെയൊക്കെ നമ്മൾ കണ്ടു, തൊട്ടടുത്ത റൂമിൽ കണ്ടു. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കിംഗ് അല്ല കേട്ടോ, പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാടും പടലയും ചെടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ഈ പൂവൊക്കെ കണ്ട് ഇങ്ങനെ നിന്നു. ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ്, നമുക്ക് ഇനി ഊട്ടിയിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ യൂക്കാലി ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അടിപൊളിയായിട്ടോ. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ അത്രയും ഭംഗി ഇതിന് കാണാൻ പറ്റണില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോള് ആദ്യം ചോദിച്ചത് എന്താണെന്നറിയാമോ, ഇത്രയും റബ്ബർ, എന്തോരം റബ്ബറാണ് ഇവിടെ എന്നാട്ടോ ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത് ഇതാട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്, എല്ലാം പരിചയമുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും ഈ ഒരു പ്രകൃതി മഞ്ഞും കാണുമ്പോൾ കുറച്ചൊക്കെ ആകാംക്ഷയോടുകൂടി വീണ്ടും ഇരിക്കാൻ തോന്നുന്ന ഒരു അന്തരീക്ഷമൊക്കെ ആട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാവരും ഇവിടെ നിർത്തി ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഫോട്ടോയൊക്കെയാണ് ഇവിടെ എടുത്ത് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേറൊരു വ്യൂ പോയിന്റ് കാണാൻ പോയി. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അപ്പോൾ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കുറച്ച് ദൂരം നടന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചൊന്നും അല്ല കേട്ടോ, കുറച്ചധികം ദൂരം തന്നെ നടക്കാണ്ടായിരുന്നു. നമ്മൾ യാത്രയൊക്കെ ചെയ്ത് വന്നിട്ടാണോന്ന് അറിയില്ല, നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുകളിലെത്തുമ്പോൾ അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നടന്ന് കയറിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ കൂടെ നടക്കാനായിട്ടും മുകളിലും ഒക്കെ കുറേ പേരുണ്ടായിരുന്നു. ഇതിൻ്റെ സത്യം പറഞ്ഞതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല, അപ്പോൾ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഒരുവിധം നടന്നും കിതച്ചും നിന്നും എല്ലാവർക്കും പുറകെ നടന്നു വരുന്നവർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട്. പക്ഷെ മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാട്ടോ. ശരിക്കും അത്രയും കയറി വന്നിട്ട് ഈ ഒരു വ്യൂ കണ്ടപ്പം തോന്നി കയറി വന്നത് നന്നായുള്ളൂ എന്ന് തോന്നി. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കാനായിട്ടുള്ളൊരു കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അടിപൊളിയാട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ക്യാമറയിൽ അത്രയും ഭംഗി ഇതിന് കിട്ടണില്ല എന്ന് തോന്നുന്നുണ്ട്. അത്രയും മഞ്ഞും ഒരു ആകാശവും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. എന്തായാലും കയറി വന്നത് മുതലായി എന്ന് നമുക്ക് തോന്നി. ഒരു മഞ്ഞ് മൂടിയ അന്തരീക്ഷമൊക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ല ക്ഷീണത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നമുക്കിപ്പോൾ വീട്ടിൽ പണ്ട് നമ്മൾ കുഞ്ഞുകാലത്ത് അത് മാത്രം എടുക്കാം. കുറിഞ്ഞി ഇതൊന്നും അല്ല, ഈ കളറാണോ? ചിലപ്പോ ഒറ്റയായിട്ട് പൂത്ത് നിക്കണ എങ്ങനെയായിരിക്കും, പിന്നീട് കൊറേ ആവുമ്പോ ഇത് നീലക്കുറിഞ്ഞി അല്ലാന്ന് എനിക്കാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാട്ടുകൊള്ളാന്ന് പറയും. അങ്ങനെ ഞങ്ങളിനി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി പോന്നു കേട്ടോ. അവിടെ ഒരു വയലറ്റ് കളറുള്ള ഒരു ലാവൻഡർ കളറിലുള്ള ഒരു പൂ കണ്ടപ്പോൾ നിയയ്ക്ക് ഭയങ്കര സംശയം ഇത് നീലക്കുറിഞ്ഞിയാണോ എന്ന്. നമ്മളും നീലക്കുറിഞ്ഞി മൂന്നാറൊക്കെ കാണുമ്പോഴും ദൂരെ നിന്ന് കണ്ടിട്ടല്ലേ ഉള്ളൂ, ഇതാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഒരു കാട്ടുവള്ളയാണെന്ന് പറഞ്ഞിട്ട്, കാട്ടുവള്ള എന്ന് പറഞ്ഞാൽ കാട്ടിലെ ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പൂവ്, അതുപോലെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന റൂമിലെത്തി. അതിനിടയിൽ കുറച്ച് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസായിട്ട് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇനി സുഖമായിട്ട് ഉറങ്ങാം. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.